ബാഡൂരിലെ സ്കൂൾ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടമുണ്ടായി. ബസ്സിലുണ്ടായിരുന്ന 2 കുട്ടികളും ഡ്രൈവറും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വരുന്നു വാർത്തകളുമായിട്ട്. അരുൺ, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ബാഡൂർ പദവിൽ വെച്ചാണ് ഈ സ്കൂൾ ബസ് നിയന്ത്രണം തെറ്റി താഴ്ചയിലേക്ക് മറിഞ്ഞത്. 2 കുട്ടികളും ഡ്രൈവറും മാത്രമാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. കുനിൽ സ്കൂളിൻ്റെ ബസ്സായിരുന്നു. ഈ ബസ് കുട്ടികളെ എടുക്കുന്നതിന് വേണ്ടി, അതായത് സ്കൂളിലേക്ക് രാവിലെ കുട്ടികളെ എടുക്കുന്നതിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു. ആദ്യം 2 കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി, അതിനുശേഷം ഡ്രൈവർ ബസ് എടുത്തപ്പോഴാണ് ബസ് നിയന്ത്രണം തെറ്റിയത്. ബാഡൂർ പദവിൽ വെച്ച ബസ് താഴ്ചയിലേക്ക് മറയുകയായിരുന്നു. ഭാഗ്യത്തിന് ഈ കുട്ടികൾക്കും അതുപോലെ തന്നെ ഡ്രൈവർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അത്ഭുതകരമായി മൂവരും രക്ഷപ്പെട്ടു. നാട്ടുകാരെത്തി അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി. ആർക്കും പരിക്കൊന്നുമില്ല. ഈ ബസ് അവിടെ നിന്ന് കയറ്റാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അരുൺ, മറ്റൊരു കാര്യം കൂടി, ഒരു വാർത്ത അരുൺ റിപ്പോർട്ട് ചെയ്തല്ലോ. ഈ നീലേശ്വരത്ത് ബൈക്കിന് പിറകിൽ കാർ ഇടിച്ചൊരു വയോധികൻ മരിച്ചു എന്ന കാര്യം. ഇരിക്കൂറിലെ ഹമീദിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. എന്താണ് വിവരങ്ങൾ? ഇന്നലെ രാത്രി കാസർഗോഡ് നിന്ന് കണ്ണൂരിലേക്ക് മടങ്ങും വഴിയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാറ് ഈ ബൈക്കിന് പുറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരുവരും ബൈക്കിൽ നിന്ന് തെറിച്ചുപോയി. ഹമീദ് മരണപ്പെടുകയായിരുന്നു. മകന് അല്പം സീരിയസ് ആണ്. മകനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു അരുൺ.